ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഫോക്കസ് ഏരിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഓക്കെ, ആ ചാപ്റ്ററിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, അതായത് PYQ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ട്സ് ആണ്. നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇപ്രകാരം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. എന്തായിരുന്നു? വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇപ്രകാരം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതൊരു PYQ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. എന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. നോക്കൂ, ആ പിക്ചറിൽ തന്നെ കാണാം അല്ലേ? എന്താണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലായനം ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. നോക്കൂ, അടുത്തതൊരു കോട്ട്സ് ആണ് കേട്ടോ. നോക്കാം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പം എന്താണെന്ന് മനസ്സിലായി. നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. PYQ ആണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഓക്കെ, ഈ പോയിന്റും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് വിഭജനകാലത്ത് ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കാം. വിഭജനം സിനിമയിൽ. വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്കധാര, MS സത്യുവിൻ്റെ ഹരം ഹവ, ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂട്ട്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്ത് പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരു മാർക്കിനുള്ള നമുക്ക് എന്തുണ്ട്? സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായും പഠിച്ചു വയ്ക്കുക. നോക്കാം എന്തൊക്കെയാണ്. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്കധാര, ഋത്വിക് ഘട്ടക് മേഘേ ദാക്കധാര, ഋത്വിക് ഘട്ടക് മേഘേ ദാക്കധാര. MS സത്യുവിൻ്റെ ഗരം ഹവ, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂട്ട്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂട്ട്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ പ്രശസ്ത സിനിമകളാണ്. ഏതിനെ ആസ്പദമാക്കിയാണ്? വിഭജനകാലത്തെ പ്രശ്നങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമകളാണ് ഇവ. ഓക്കെ, ഇത് തീർച്ചയായിട്ടും ഒന്നുകൂടെ പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടെ നോക്കാം. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്കധാര, പറഞ്ഞോളൂ. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്കധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ് അല്ലേ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂട്ട്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂട്ട്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. നോക്കൂ, അടുത്ത പോയിന്റ് VP മേനോനെ കുറിച്ചാണ്. ആരാണ് VP മേനോൻ? 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലയിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കു വഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു.
ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പോൾ കൃതികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ച മലയാളി, മറ്റൊരു മലയാളിയാണ് ആര്? VP മേനോൻ അല്ലേ. സർദാർ പട്ടേലുമുണ്ട്, VP മേനോനുമുണ്ട്. പിന്നെ ഒറീസയിലെ ഗവർണറായിട്ട് ചുമതലയേറ്റു 1952. ഈ 3 പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എന്നോടെ പറയാം. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് VP മേനോൻ. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ആര്? VP മേനോൻ. നോക്കൂ, PYQ ആണ് കേട്ടോ. ഈ 3 പോയിൻറ്റ്സ് എന്താണ്? PYQ ആണ്. അപ്പോൾ ഈ PYQs തന്നെയാണ് നമ്മളിവിടെ ഫോക്കസ് ഏരിയ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് VP മേനോൻ. 1952 ഒറീസയിൽ, എവിടെയാണ്? ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. അടുത്തത് 2 രാജ്യങ്ങളുടെ അധിനിവേശ പ്രദേശങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങൾ. രാജ്യം ഏതൊക്കെയാണ്? ഫ്രാൻസ്, അതുപോലെ പോർച്ചുഗൽ. ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ. കൂടാതെ ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. ഏതാണ്? ചന്ദ്രനഗർ. ഓക്കെ, ഫ്രാൻസ് അഥവാ ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ. കൂടാതെ ചന്ദ്രനഗർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ കൂടി എന്തിൻ്റെ ഭാഗമായിരുന്നു? ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു. ഓക്കെ, അങ്ങനെ ഫ്രാൻസിനെ അഥവാ ഫ്രഞ്ചുകാരെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം, അതായത് ഫ്രഞ്ചിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് 1954-ലാണ്. 1954-ലാണ്. ഓക്കെ, അങ്ങനെ ഫ്രാൻസുകാരെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രഞ്ചുകാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു അല്ലേ. അടുത്തത് പോർച്ചുഗലാണ്. പോർച്ചുഗീസുകാർക്ക് സ്വാധീനമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ അധിനിവേശ പ്രദേശമായിരുന്നു ഗോവ, ദാമൻ ആൻഡ് ദിയു. ഈ പ്രദേശങ്ങളിൽ പോർച്ചുഗീസുകാരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ആധിപത്യം സ്ഥാപിച്ചിരുന്നത് അല്ലേ. അങ്ങനെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ അധിനിവേശ പ്രദേശങ്ങളായിട്ടുള്ള ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ഏതാണ് വർഷം? 1961. ഏതാണ്? 1961. അപ്പോൾ ഇത് പഠിച്ചിരിക്കാലോ, ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വരുന്ന ഉറപ്പാണല്ലോ. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നോക്കൂ, ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ഏത് വർഷം? 1954. അതുപോലെ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങളെ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ഏത് വർഷം? 1961. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത് നോക്കൂ, ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ആസൂത്രണ കമ്മീഷനെ കുറിച്ച്. ഓക്കെ, പാഠപുസ്തകത്തിലെ പോയിന്റ്സ് ആണ്, PYQ ആണ്. ഓക്കെ, നോക്കാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. ആദ്യമായിട്ട് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഏതാണ് വർഷം? 1950 മാർച്ച് 15. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. നോക്കൂ, 2 പേർക്ക് എന്തുണ്ട്? 2 ഇനീഷ്യൽ ഉണ്ട് അല്ലേ. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്.
അവർ രണ്ടുപേരും ആരായിരുന്നു? അംഗങ്ങളായിരുന്നു. ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയായിരിക്കും എപ്പോഴും ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. ഇനി വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത കുറച്ച് പോയിന്റ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക്